ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരും മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. അങ്ങനെ നമ്മുടെ അലീനേനെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ അലീനോട് ചെയ്ത തെറ്റുകൾക്ക് കാലി പിടിച്ച് ശിവനും രാജീവനും മാപ്പ് ചോദിച്ചിരിക്കുകയാണ്. ബാലചന്ദ്രൻ മാപ്പ് ചോദിച്ചിരിപ്പിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയ അലീനോട് ഗംഗാധരൻ എല്ലാം ഏറ്റു പറയുന്നുണ്ട്. എൻ്റെ അനുജന്മാരും ഞങ്ങളും നിന്റെ അമ്മയും എല്ലാവരും നിന്നോട് ചെയ്ത തെറ്റുകൾക്ക് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. ആ സമയത്ത് അല്ലെങ്കിൽ അന്ന് ആ സമയത്തൊക്കെ അങ്ങനെയൊക്കെ പറ്റിപ്പോയതാണ്. അന്നത്തെ ആ സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നിന്നെ ഓർഫനേജിൽ ഏൽപ്പിച്ചതും നിനക്കൊരു അനാഥയായിട്ട് 23 വർഷം വാഴേണ്ടി വന്നതും അതൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റുകളാണ്. അതിന് എത്ര മാപ്പ് ചോദിച്ചാലും അല്ലെങ്കിൽ നിനക്ക് എത്രയൊക്കെ പണം തന്നാലോ അല്ലെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കി തന്നാലും നിന്റെ 23 വർഷം നീ അനാഥയായി ജീവിച്ചിരുന്ന നിന്റെ 23 വർഷം ഞങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു തരാൻ പറ്റില്ല. അത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണ്. അത് ഞങ്ങൾ സമ്മതിക്കുന്നു. അതിന് എത്ര നിന്നോട് മാപ്പ് പറഞ്ഞാലും ശരിയാവില്ല അല്ലെങ്കിൽ തീരില്ല എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. എന്നാലും എല്ലാവർക്കും വേണ്ടിയിട്ട് നിന്റെ അമ്മയ്ക്കും വേണ്ടിയിട്ട് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. നീ ഞങ്ങളോട് എല്ലാവരോടും ക്ഷമിക്കണം. നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞാൻ തയ്യാറാണ്. നിനക്ക് വിദ്യാഭ്യാസവും നിനക്ക് സുഖ സൗകര്യങ്ങളോ എല്ലാം ഏർപ്പാടാക്കി തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ നീ ഞങ്ങളോട് ക്ഷമിക്കണം, ക്ഷമിച്ചു നീ പറയണം എന്നൊക്കെ പറഞ്ഞ് ഗംഗാധരൻ മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഗംഗാധരൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അലീനയോട് പെരുമാറി, നല്ല രീതിയിൽ അലീനയോട് മാപ്പ് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അലീനയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ. താൻ ആരാണോ എന്നറിയാതെ ഇവിടെ വന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്ന ഒരാൾക്ക് ഇപ്പോൾ ആളായിരുന്നു അലീന. ഇപ്പം എല്ലാവരും താൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരുവിധം. അവളുടെ കുടുംബക്കാരെല്ലാം അവൾ ആരാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അത് തന്നെ അവൾക്ക് വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അവളെ വേദനിപ്പിച്ചവരും അവളെ വിഷമിപ്പിച്ചവരൊക്കെ അവളുടെ കാൽച്ചുവട്ടിൽ അവളുടെ ഒരു മാപ്പിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് വന്ന നിമിഷമൊക്കെ അവൾ ഒരുപാട് വിഷമിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ആരാന്നറിയാതെയാണ് രാജീവനും ശിവനൊക്കെ അവളോട് അങ്ങനെ പെരുമാറിയിരുന്നത്. പക്ഷെ അവൾ ആരാണെന്ന് തിരിച്ചറിവ് വന്നപ്പോൾ അവളോട് മാപ്പ് ചോദിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ അലീനയ്ക്ക് അത് സന്തോഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പിന്നെ ഇവരിങ്ങനെ 10 ലക്ഷം രൂപ വീതം നാല് പേരും അലീനയുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞ പൈസയൊന്നും വേണ്ടാന്ന് അലീന പറയുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല, അത് നിന്റെ സുരക്ഷിതമായിട്ടുള്ള ഭാവിക്ക് വേണ്ടിയിട്ടുള്ള പൈസയാണ്. ഇനി നീ ആരും ഇല്ലാത്തവളോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തവളോ ആയിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പാടില്ല. നീ കൈതക്കൽ മാളിക വീട്ടിൽ ജനിക്കേണ്ട കുട്ടിയായിരുന്നു. അവിടുത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കേണ്ട 23 വർഷമാണ് നിന്നെ നഷ്ടമായത്. അതിന് പകരമായിട്ട് എന്ത് തന്നാലും അത് പകരാവില്ല. പക്ഷെ നിനക്ക് ഇനി ജീവിക്കണമെങ്കിൽ പൈസ വേണം, നല്ല ജോലി വേണം, നല്ല വിദ്യാഭ്യാസം വേണം. അതിനൊക്കെ വേണ്ടി നിനക്ക് ഈ പൈസ ഉപയോഗിക്കാം. ഇനി ആരും ഇല്ലാത്തവളോ ഒന്നും ഇല്ലാത്തവളോ ആണ് നീ എന്ന് ആരും പറയാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് അവരെ കൊണ്ട് ഞാൻ ഈ പൈസ നിന്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. ഇത് മാത്രമല്ല, എൻ്റെ സ്വത്തിലും നിനക്കൊരു പങ്കുണ്ടായിരിക്കും. നിന്നെ ഞാൻ എൻ്റെ മകളായിട്ട് ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വത്തിലും നിനക്കൊരു ഭാഗം ഉണ്ടായിരിക്കും. അത് ഞാൻ തരും. അത് നീ എത്ര വേണ്ടാന്ന് പറഞ്ഞാലും അതും ഞാൻ തരും. അതെൻ്റെ കടമയാണ്, എൻ്റെ സ്നേഹമാണ്. ഇനി ഒരിക്കലും അലീന അനാഥയല്ല. എൻ്റെ മകളാണ്. എൻ്റെ മകളെ പോലെ തന്നെയാണ് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത് എന്നൊക്കെ ബാലചന്ദ്രനും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അലീനയ്ക്ക്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഗംഗാധരനും രാജീവനും ശിവേട്ടനൊക്കെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അലീനയും കൃഷ്ണമോളും ബാലചന്ദ്രനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ആരാന്നുള്ള കാര്യം ഒരിക്കലും മാഡം അറിയരുത്. അത് അമ്മയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. ചിലപ്പോൾ അമ്മയുടെ സമനില തന്നെ തെറ്റിയെന്നിരിക്കാം. എത്രമാത്രം അമ്മ എന്നെ ദ്രോഹിച്ചിരിക്കുന്നു, എന്തൊക്കെ എന്നെ പറഞ്ഞിരിക്കുന്നു, അതൊന്നും അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കില്ല. ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയ്ക്ക് അത് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. നമുക്ക് അമ്മയും നഷ്ടമായി എന്ന് വരുമെന്നൊക്കെ അലീന പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത് തന്നെയാണ് അവളുടെ ആങ്ങളമാരൊക്കെ വന്നപ്പോൾ പറഞ്ഞത്, ഒരിക്കലും വൈജ അത് അറിയരുത്. കാരണം നീ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴും വൈജയ്ക്ക് അറിയില്ല. അത് അറിഞ്ഞു കഴിഞ്ഞാൽ
വൈജ അതൊരിക്കലും ഉൾക്കൊള്ളില്ല, അല്ലെങ്കിൽ അവൾക്ക് അതൊരിക്കലും താങ്ങാൻ പറ്റില്ല. സ്വന്തം മകള് ജീവനോടെ തന്റെ കൺമുന്നിലുണ്ടായിരുന്നു, അവളെയാണ് താൻ ഇത്രയും കാലം ദ്രോഹിച്ചിരുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണും താങ്ങില്ല. അതുപോലെ തന്നെ വൈജയും അത് താങ്ങില്ല. അതുകൊണ്ട് അവൾ ഒരിക്കലും അത് അറിയരുത് എന്ന് തന്നെയാണ് എൻ്റെയും ആവശ്യം. വൈജ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈജയുടെ ഭർത്താവായി ഞാൻ ആ സ്ഥാനത്ത് തുടരുന്നതിൽ ഒരർത്ഥവും ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഞാൻ ഉണ്ടാവൂല എന്നൊക്കെ ബാലചന്ദ്രനും പറയുന്നുണ്ട്. ഇവര് ഇതൊക്കെ ചെയ്തപ്പോഴും അവര് പറഞ്ഞൊരു കണ്ടീഷൻ എന്തെന്ന് വെച്ചാൽ, നിന്നെ ഈ വീട്ടിൽ നിന്ന് താമസിപ്പിക്കരുത്, വൈജ തിരിച്ചു വരുമ്പോൾ നീ ഈ വീട്ടിൽ ഉണ്ടാവരുതെന്നാണ് അവരുടെ ഒരു ആവശ്യം. നിന്നെ വേറെ എവിടെ വേണിച്ച് താമസിപ്പിക്കാനും നിനക്ക് എന്ത് വേണിച്ച് ചെയ്തു തരാനും അവർ തയ്യാറാണ്. ഞാൻ ആലോചിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പോവാൻ തയ്യാറാണ് അച്ഛാ. എല്ലാവർക്കും ഞാൻ ആരാണ് മനസ്സിലായല്ലോ. നിങ്ങളെല്ലാവരും എനിക്കിപ്പോൾ ഉണ്ടല്ലോ. അവരൊന്നുമില്ലെങ്കിലും എനിക്ക് അച്ഛനെയും എനിക്ക് സഹോദരിയായിട്ട് കൃഷ്ണനെയും കിട്ടിയില്ലേ, അത് തന്നെ എനിക്ക് ഭാഗ്യമാണ്. വേറെ ആരും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനി ഇവിടെ നിൽക്കണമെന്നൊന്നും എനിക്കില്ല. ഒന്നുമില്ലെങ്കിലും മരണത്തോട് മല്ലടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന അമ്മേനെ വിഷമിപ്പിച്ചിട്ട് ഞാനിവിടെ നിൽക്കുന്നതിൽ എനിക്കും താല്പര്യമില്ല അച്ഛാ. അമ്മേനെ കൂടെ നിന്ന് ശുശ്രൂഷിക്കാനുള്ള അവകാശം മാത്രം എനിക്ക് തന്നാൽ മതി. അമ്മ ഭേദമായിട്ട് എന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു അന്ന് ഇവിടുന്ന് മടങ്ങിപ്പോവാൻ ഞാൻ തയ്യാറാണ്. അത്രയും ദിവസം ഭേദമാവുന്ന അത്രയും ദിവസം മാത്രം എനിക്ക് അമ്മയുടെ കൂടെ നിന്നാൽ മതി. ഞാൻ ആരാന്ന് പോലും അമ്മ അറിയരുത് എന്നൊക്കെ അലീനയും പറയുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എവിടേക്ക് പോവും? ഞാൻ രേവതിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോയിക്കോളാം. അവിടെ പോയി നിന്ന് വല്ല ജോലി അന്വേഷിച്ച് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോളാം അച്ഛാ. ആരും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ, നീ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണോ? നീ അങ്ങനെ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കാരണം ഇനി അമ്മയെ വിഷമിപ്പിക്കരുത് എന്ന് മാത്രം ഞാൻ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ, ഞാനപ്പോൾ ഇത്രയും ദിവസം അനുഭവിച്ച വിഷമം ഒക്കെ എനിക്കറിയാം അച്ഛാ. പക്ഷേ മരണത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരാളെ ഇനിയും വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ഇനി ഞാൻ ആരാന്നും കൂടി അമ്മ ചിലപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. എന്തിനാ വെറുതെ കൂടുതൽ പ്രശ്നങ്ങൾ? അച്ഛൻ പറയുന്നിടത്തേക്ക് ഞാൻ പോയിക്കോളാം ഇല്ലെങ്കിൽ അലീന പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വേറെ എവിടേക്കുമല്ല, നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ നിന്നെ ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഗംഗേട്ടനോടൊന്ന് അന്വേഷിക്കട്ടെ, അയാളിപ്പോൾ എവിടെയുണ്ട്, എന്താണ് ചെയ്യുന്നത്, എന്താണ് അയാളുടെ അവസ്ഥ എന്നൊക്കെ അറിഞ്ഞിട്ട് വൈജയുടെ അസുഖം ഭേദമാവുന്നതിനനുസരിച്ച് നമുക്ക് അയാളുടെ വീട്ടിലേക്ക് നിന്നെ ആക്കാം എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അതിന് നിനക്ക് ഇനിയും സമയമുണ്ട്. എന്തൊക്കെ ആയാലും എൻ്റെ മകളായിട്ട് തന്നെയാണ് നീ ഇനി ജീവിക്കേണ്ടത്. എൻ്റെ മകൾ തന്നെ ആയിരിക്കും നീ എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ കൃഷ്ണയ്ക്ക് അത് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ. അലീന പോവുക എന്നുള്ള കാര്യം കൃഷ്ണയ്ക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റില്ല കേട്ടോ. കൃഷ്ണയ്ക്ക് അത് വിഷമാവുന്നുണ്ട്, തീരെ താല്പര്യമില്ലാത്ത കാര്യമാവും കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, വിഷമിക്കേണ്ട മോളെ, എനിക്ക് വേറെ വഴിയില്ലല്ലോ. അമ്മയ്ക്ക് സ്ട്രെസ് കൊടുക്കുന്നത് ശരിയല്ല. ഞാൻ കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായില്ലേ. ഇനി ഞാൻ ആരാന്ന് കൂടി അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട, അത് ശരിയാവില്ല എന്നൊക്കെ അലീന ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ഇതിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഇയാളെ ഇനി എങ്ങനെ കണ്ടുപിടിക്കും, സ്റ്റാലിനെ എങ്ങനെ കണ്ടുപിടിക്കും, അയാളെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അലീനയെ അവിടെ ഏൽപ്പിക്കണം എന്ന് ബാലചന്ദ്രൻ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന വൈജയന്തി, ഹോസ്പിറ്റലിൽ അത്രയും ദിവസം വൈജയന്തിനെ ശുശ്രൂഷിക്കുന്നതൊക്കെ അലീന തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ വൈജയന്തിയുടെ അസുഖമൊക്കെ ഒന്ന് ഭേദമായി വീട്ടിലേക്ക് തിരിച്ചു വരാം എന്ന കണ്ടീഷനിലേക്ക് ആവുമ്പോൾ അതിനു മുന്നേ തന്നെ ബാലചന്ദ്രൻ നമ്മുടെ സ്റ്റാൻലിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇങ്ങനെ ഒരു മകൾ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം തന്നെ സ്റ്റാൻലിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വൈജ പ്രസവിച്ച മകളാണ് എന്നൊക്കെ പറഞ്ഞ് അലീനയെ സ്റ്റാൻലിനെ ഏൽപ്പിക്കുന്നുണ്ട് ബാലചന്ദ്രൻ അത് ഭയങ്കര വിഷമമുള്ള കാര്യമായിരിക്കും കേട്ടോ. മകളായി കണ്ടിട്ട് അത്ര ദിവസം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ വേറൊരാൾക്ക് ഏൽപ്പിച്ച് തിരിച്ചു വരുമ്പോൾ ബാലചന്ദ്രന് നല്ല വിഷമമുണ്ടായിരിക്കും കേട്ടോ. എന്നാലും ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ അടുത്ത് തന്നെ അലീനയെ ഏൽപ്പിക്കുന്നുണ്ട്. ആദ്യമൊന്നും സ്റ്റാൻലിക്ക് അലീനയെ ഇഷ്ടമാവില്ലെങ്കിലും പിന്നീട് തൻ്റെ മകളെ ഒരുപാട് അയാൾ സ്നേഹിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്കും ഹൈപ്പും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്